ഏതാ റായ്ബറേലിക്ക് ഉണ്ടാവില്ല. റായ്ബറേലിക്കും ഉണ്ടാവും. ഒന്നിച്ചു പറ്റൂല. അത് തീരുമാനം പാർട്ടി അപ്പെടുക്കും. അത് ഇപ്പോഴേ ഞങ്ങൾക്ക് ആർക്കും പറയാൻ പറ്റില്ല. രണ്ടിടത്ത് പ്രതിവയ്ക്കും. ഒന്ന് ഒഴിയെന്ന് വിചാരിച്ച് രണ്ടിടത്ത് ജയപ്രതീക്ഷ ഇല്ലാന്ന് അതിന്റെ അർത്ഥം. അത് കഴിയട്ടെ, തീരുമാനിക്കുന്നത് അത് സമയമില്ല. 4-ാം തീയതി കഴിഞ്ഞിട്ടില്ല. ഒരു ചോദ്യം ചോദിക്കട്ടെ, ഈ വയനാടായാലും റായ്ബറേലിയിലും എന്തായാലും ഒരു മണ്ഡലം ഒഴിയണമല്ലോ. അതെ, ആ ഒഴിയുന്ന സ്ഥലത്ത് വരുന്ന ദേശീയ നേതാവായിരിക്കും. അതിപ്പോഴെങ്ങനെയാ പറയാനുള്ള വലിയ അത് തീരുമാനിക്കുന്ന ഞങ്ങൾ ആളുകളല്ലല്ലോ അവിടെ അറിയാതെ. അത് ഇലക്ഷന് ശേഷം ഒരു തരത്തിൽ ഒരു പ്രശ്നമില്ല. നിങ്ങൾ വിഷമിക്കേണ്ട. വീട്ടിലുള്ളവരാരും വയനാട്ടിൽ രാഹുൽ ഗാന്ധി നടപ്പിലാക്കിയിട്ടുള്ള സ്വന്തം CSR പ്രോജക്റ്റുകളെ കുറിച്ച് അറിയാത്തതുകൊണ്ടാണ്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ വൈകാരികമായി ബന്ധവും കാത്തു സൂക്ഷിച്ചു ഇടപെട്ടതും? എന്തുകൊണ്ടാണ് ഇടപെട്ടത്? അല്ലെങ്കിൽ ആദ്യമായിട്ടാണോ? ആത്മബന്ധമുള്ളതുകൊണ്ടാണ്. ഒരു സംശയം വേണ്ട. ആദ്യമായിട്ടാണോ ഒരു നേതാവ് രണ്ടിടത്ത് മത്സരിക്കുന്നതൊക്കെ? അതൊരു വാർത്തയാണോ? എവിടെ കേട്ടിട്ടുണ്ടായിട്ടുണ്ട്? റായ്ബറേലി നെഹ്റു കുടുംബത്തിന്റെ അതിവൈകാരികമായ ബന്ധമുള്ളതായിരിക്കുന്ന സ്ഥലമാണല്ലോ. ഏതാ അത് അന്നേരത്തിന് ഞാൻ പറയണ്ടല്ലോ. നിങ്ങൾ 4 വരെ കാത്തിരിക്കും. മത്സരിച്ച് എത്ര എണ്ണത്തിൽ മത്സരിക്കുക എന്നുള്ളത് നിങ്ങൾക്കറിയാം. വൈകാരിക ബന്ധവും പാർട്ടിയുടെ ഓരോ സമയത്തുള്ള തീരുമാനം അനുസരിച്ച് മത്സരിക്കും. ഏത് ഒഴിയണം എന്നുള്ളത് ആ സമയത്ത് തീരുമാനിക്കും. ആ ഒഴിയുന്ന സമയത്ത് നിങ്ങൾ അറിയും, നമ്മളും അറിയും. ഇപ്പോ രണ്ടിടത്ത് മത്സരിക്കാൻ പാർട്ടി തീരുമാനിച്ചു. അത് ആദ്യത്തെ സംഭവമല്ല. ഇന്ത്യ രാജ്യത്ത് എത്ര നേതാക്കന്മാർ മത്സരിച്ചു? പേരൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾക്കറിയാം. എന്താ രാഹുൽ ഗാന്ധിയുടെ മാത്രം ചോദ്യം ചെയ്യേണ്ടതായിരിക്കും? പക്ഷെ അങ്ങനെയില്ല, ഒരു പ്രശ്നമില്ല. നിങ്ങൾ ചർച്ച ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, ദേശീയ തലത്തിൽ ഏറ്റവും മർമ്മപ്രധാനമായ ഒരു തെരഞ്ഞെടുപ്പ് നടക്കും. ഇന്ത്യ രാജ്യത്തെ പ്രതിപക്ഷ മുഖ്യമന്ത്രിമാർ മുഴുവൻ ഒരു സ്റ്റേറ്റ് വിട്ട് മറ്റ് സ്റ്റേറ്റിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പര്യടനത്തിന് നേതൃത്വം കൊടുക്കുക. മുഴുവൻ ആളുകൾ, കർണാടക മുഖ്യമന്ത്രി, ഉപമുഖ്യമന്ത്രി, തെലങ്കാന മുഖ്യമന്ത്രി, കോൺഗ്രസ് മുഖ്യമന്ത്രിമാർ, പ്രതിപക്ഷത്തുള്ള മുഖ്യമന്ത്രിമാർ, ഓരോ തമിഴ്നാട് മുഖ്യമന്ത്രി ഉൾപ്പെടെ എല്ലാവരും ഓരോ ഇടത്തേക്ക് പര്യടനത്തിന് നേതൃത്വം കൊടുക്കുക. മോദിയെ ഒരു വാക്കുകൊണ്ട് നോവിക്കാൻ താൻ മറ്റൊരു സ്റ്റേറ്റിൽ പോയി BJPക്കെതിരെ പ്രചരണം നടത്തുന്നത് കൊണ്ട് ഒരു ദോഷം പോലും BJPക്ക് ഉണ്ടാവരുത് എന്നുള്ള നിർബന്ധ ബുദ്ധി കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കുണ്ട്. അതുകൊണ്ടാണ് ഈ ക്രൂഷ്യൽ സമയത്ത് മതേതരത്വത്തെയും ഭരണഘടനയെയും ജനാധിപത്യത്തെയും ഇന്ത്യയുടെ പിടയുന്ന ആത്മാവിനെയും തിരിച്ചുപിടിക്കാനുള്ള ഈ തെരഞ്ഞെടുപ്പിൽ ഒരു മുഖ്യമന്ത്രിയും വിദേശയാത്ര നടത്തേണ്ട സമയമല്ല ഇത്. ഈ സമയത്ത് നടത്തിയ വിദേശയാത്ര ഈ രാജ്യത്തെ ജനാധിപത്യ ബോധമുള്ള മുഴുവൻ ജനങ്ങളോടുമുള്ള കടുത്ത വെല്ലുവിളിയാണ് അദ്ദേഹം ഉയർത്തിയിട്ടുള്ളത്.